ലക്ഷങ്ങൾ വിലയുള്ള സിനിമാ ക്യാമറകൾക്ക് പകരം വെറും ഒരു ഐഫോൺ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട സൂപ്പർ ഹിറ്റ് സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു നിയോൺ ഫ്രെയിംസ്. ഈ ലിസ്റ്റിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒന്നാണ് സീ യു സൂൺ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, റോഷൻ മാത്യു എന്നിവർ തകർത്തഭിനയിച്ച ഈ ചിത്രം പൂർണ്ണമായും ഐഫോണിലാണ് ചിത്രീകരിച്ചത്. ലോക്ക്ഡൗൺ കാലത്തെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഐഫോണിന്റെ സിനിമാറ്റിക് സാധ്യതകൾ മലയാള സിനിമയ്ക്ക് കാണിച്ചു തന്ന വിപ്ലവകരമായ പരീക്ഷണമായിരുന്നു ഇത്. മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിൽ ഒന്നായ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനിലും ഐഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലണ്ടനിലെ തിരക്കേറിയ വാട്ടർലൂ സ്റ്റേഷനിൽ വെച്ച് നടന്ന ഷൂട്ടിങ്ങിൽ സമയം ലാഭിക്കാനും ജനക്കൂട്ടത്തിനിടയിൽ പെട്ടെന്ന് ചിത്രീകരിക്കാനുമായി പൃഥ്വിരാജ് ഐഫോൺ ഉപയോഗിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ക്യാമറകൾ സെറ്റ് ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ ഐഫോൺ എങ്ങനെ ഒരു മികച്ച ടൂളാകുന്നു എന്നതിന്റെ തെളിവാണ് എമ്പുരാൻ. ലണ്ടനിലെ പ്രശസ്തമായ വാട്ടർലൂ ട്യൂബ് സ്റ്റേഷനിൽ വെച്ച് ഒരു മൃതദേഹം കണ്ടെത്തുന്ന സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് റഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് സിനിമയുടെ ഔദ്യോഗിക ക്യാമറമാൻ സുജിത് വാസുദേവിന് ചില സാങ്കേതിക കാരണങ്ങളാൽ റഷ്യയിലേക്ക് വരാൻ സാധിച്ചില്ല. ആ സമയത്ത് പൃഥ്വിരാജ് തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. അവിടെയുള്ള ചില ഷോട്ടുകളിൽ ആധുനിക ഐഫോണുകളുടെ സിനിമാറ്റിക് മോഡ് പരീക്ഷിച്ചിട്ടുണ്ട്. വെട്രിമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ചില പ്രധാന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വനമേഖലയിലെ ചിത്രീകരണം ഐഫോൺ ഉപയോഗിച്ചാണ് നടത്തിയത്. തമിഴിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ വലിയ പരീക്ഷണമായിരുന്നു ഇത്. ആടുജീവിതം എന്ന സിനിമയിൽ മരുഭൂമിയിൽ പാമ്പ് വരുന്ന സീനിൽ പാമ്പിന്റെ വളരെ അടുത്തുള്ള ചില പ്രത്യേക ആംഗിളുകൾ ചിത്രീകരിച്ചത് ഐഫോൺ ക്യാമറ ഉപയോഗിച്ചാണ്. നാദിർഷ സംവിധാനം ചെയ്ത ഈ സിനിമയിലെ മൊത്തം ആക്ഷൻ രംഗങ്ങളും ചിത്രീകരിച്ചത് ഐഫോണിലാണ്. റാഫി തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിൽ ഐഫോൺ ഉപയോഗിച്ചത് ആക്ഷൻ രംഗങ്ങൾക്ക് കൂടുതൽ വേഗതയും റിയലിസ്റ്റിക് ഫീലും നൽകാൻ വേണ്ടിയാണെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു. അർജുൻ അശോകൻ, സംയുക്ത മേനൻ എന്നിവർ അഭിനയിച്ച ഈ ചിത്രം ഷൂട്ട് ചെയ്തത് ഐഫോൺ 12 Pro Max ഉപയോഗിച്ചാണ്. ഷാജി അസീസ് സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു വീടിനുള്ളിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ ഐഫോണിന്റെ ക്ലോസപ്പ് ഷോട്ടുകൾ ഇതിൽ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഐഫോൺ ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആദ്യകാല ചിത്രങ്ങളിലൊന്ന്. 3 iPhone 5s ഫോണുകൾ ഉപയോഗിച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.